ഇന്ന് രാവിലെ ഞങ്ങൾക്ക് 9:50-നാണ് ക്ലാസ് തുടങ്ങിയത്. ഫസ്റ്റ് പീരീഡ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ഉറങ്ങി പതുക്കെ എണീച്ചിട്ടാണ് ഞാൻ ഇന്ന് ക്ലാസ്സിലേക്ക് പോയത്. ഇന്നൊരു വെള്ളിയാഴ്ച ആയതുകൊണ്ടും ചൊവ്വാഴ്ച പൊങ്കാലയുടെ അവധി ഉള്ളതുകൊണ്ടും ഓൾമോസ്റ്റ് കുറേ പിള്ളേർ ഞങ്ങളുടെ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നെങ്കിലും അതിന് മുന്നത്തെ ആഴ്ച ഞാൻ വീട്ടിലേക്ക് പോയെങ്കിലും ഇത്രയും അവധി കിട്ടുമ്പോൾ വീട്ടിലോട്ട് പോവാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല. അങ്ങനെ ഞാനും ഇപ്രാവശ്യം എന്തായാലും വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ച് പാക്ക് ചെയ്യാൻ തുടങ്ങി. സാധാരണ ഞാൻ വീട്ടിലോട്ട് പോകുന്ന ദിവസം 2-3 ബാഗ് കൊണ്ടുപോകുന്നത് പതിവാണ്. ഇത് മറ്റൊന്നുമല്ല, ഇവിടുന്ന് അലക്കാനുള്ള തുണിയായിരിക്കും. പക്ഷെ ഇപ്രാവശ്യം അത് തൂക്കിപ്പിടിച്ച് കൊണ്ടുപോകാനുള്ള മടി കൊണ്ടും പെട്ടെന്നുണ്ടായ എന്തോ കാരണങ്ങളും തുണികളെല്ലാം കൂടെ പാർക്കി കെട്ടി വീട്ടിലോട്ട് കൊണ്ടുപോകണ്ട, പകരം കഴുകിയിട്ടിട്ട് പോകാമെന്ന് ഞാനും വിചാരിച്ചു. ഇന്ന് ഞങ്ങൾക്ക് ഹാഫ് ഡേ മാത്രമേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ലഞ്ച് കഴിച്ചതിന് ശേഷം തുണിയെല്ലാം കഴുകിയിട്ടിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് ഞാനും വിചാരിച്ചു. പക്ഷേ ലഞ്ച് കഴിച്ച് വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഞങ്ങൾക്ക് 1:30-ക്ക് ക്ലാസ് വെച്ചിട്ടുണ്ട്. അറ്റൻഡൻസ് വേണം എന്നുള്ള കാരണം കൊണ്ട് ക്ലാസ് മിസ്സാക്കാൻ പറ്റത്തില്ല. പക്ഷെ അതേസമയം പെട്ടെന്നുണ്ടായ ബോധോദയം മൂലം മുക്കി വെച്ച തുണികളെല്ലാം കഴുകേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാനും പെട്ടെന്ന് റെഡിയായി ക്ലാസ്സിൽ പോയിട്ട് വന്നു. ഞങ്ങൾക്ക് അഗ്രോ എക്കണോമിക്സിൻ്റെ ക്ലാസ് ആയിരുന്നു. ക്ലാസ് കഴിഞ്ഞ് ഹോസ്റ്റലെത്തിയ ഞാനും പെട്ടെന്ന് തന്നെ പോയി മുക്കി വെച്ച തുണിയെല്ലാം കഴുകിയിട്ടു. ഞാനങ്ങനെ എല്ലാ ദിവസവും തുണി കഴുകുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ ഒരു 2 ബക്കറ്റ് നിറച്ചും തുണി ഉണ്ടായിരുന്നെന്ന് വേണമെങ്കിൽ പറയാം. കഴുകി പിഴിഞ്ഞ തുണിയെല്ലാം കൊണ്ട് വിരിച്ചിട്ടിട്ട് കഴിഞ്ഞ ആഴ്ച വിരിച്ചിട്ട തുണികളെല്ലാം ഞാൻ എടുത്തുകൊണ്ട് വരികയും ചെയ്തു. അതും ഒരു ബക്കറ്റ് നിറച്ചും ഉണ്ടായിരുന്നു. ശേഷം അതെല്ലാം നല്ല വൃത്തിക്ക് മടക്കി വെച്ചിട്ട് ഞാനും എൻ്റെ ബാഗ് പാക്ക് ചെയ്യാൻ തുടങ്ങി. പുസ്തകം എല്ലാം കൂടെ കൊണ്ടുപോയാൽ വീട്ടിൽ ചെന്ന് തുറന്നു നോക്കത്തില്ല എന്ന് 100% ഉറപ്പുള്ളത് കൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് റെക്കോർഡ് ബുക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ അന്നൊരിക്കലും ഞാൻ കുറച്ച് മാങ്ങ വാങ്ങിച്ച് ഇവിടെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാണ്. പക്ഷെ അത് തുറന്ന് നോക്കാത്തത് കൊണ്ട് തന്നെ ഇപ്പം അത് പാക്ക് ചെയ്യാൻ എടുത്തപ്പോഴാണ് അതിൻ്റെ അവസ്ഥ ഇങ്ങനായി എന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഈ മാങ്ങയിന് ഒന്നിനും കൊള്ളാത്തത് കൊണ്ട് തന്നെ അതുകൊണ്ട് കളയുവാണ് ചെയ്തത്. അത്രയും മാങ്ങ കൊണ്ട് കളഞ്ഞപ്പം കുറച്ച് വിഷമം തോന്നിയെങ്കിലും വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്നാലോചിച്ചപ്പം സാരമില്ലാന്ന് ഞാനും കരുതി. ശേഷം അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് ബാഗ് പാക്ക് ചെയ്തിട്ട് ഞാനൊന്ന് കുളിച്ച് വരാമെന്ന് വിചാരിച്ചു. എന്തേലും ചെറിയ പണിയെടുത്താൽ പോലും വേർപ്പിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് കുളിക്കാതിരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാനും പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വന്നു. ഇന്ന് ഞാൻ ഇട്ടത് ഈ ഒരു റോസ് കളറിലെ ചുരിദാറായിരുന്നു. ഇത് കുറേ നാൾ മുന്നേ വാങ്ങിച്ചതാണ്. പക്ഷെ ഇതെനിക്ക് എപ്പോഴും ഇഷ്ടമുള്ളൊരു ഡ്രസ്സാണ്. പിന്നെ ഞാനും പെട്ടെന്ന് കണ്ണെഴുതി മുടി കെട്ടി റെഡിയായി. അപ്പോഴത്തേക്ക് ഹോസ്റ്റലിലെ കുറേ കുട്ടികൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും പതിയെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഹോം രജിസ്റ്ററിൽ പേരെഴുതാൻ പോയി. ഇവിടെ നമ്മൾ വീട്ടിൽ പോകുന്ന സമയത്ത് ഹോം രജിസ്റ്ററിലെ പേരും പേരൻസിൻ്റെ ഫോൺ നമ്പറും എഴുതിയിട്ട് വേണം പോകാൻ. അങ്ങനെ ഞാനും അവിടെ പോയി പേരൊക്കെ എഴുതി ഹോസ്റ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണ സമയം ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ നിറയെ സ്കൂട്ടർ ഇങ്ങനെ പാർക്ക് ചെയ്ത് വെച്ചേക്കനെ കണ്ടപ്പോൾ അതിലൊന്നെടുത്ത് പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നെന്ന് ഞാനും വിചാരിച്ചു. പക്ഷെ ലൈസൻസ് ഉള്ളത് കൊണ്ട് മാത്രം നമുക്ക് നല്ലപോലെ വണ്ടി ഓടിച്ച് പോകാൻ പറ്റാത്തത് കൊണ്ട് ആ ഒരു ഐഡിയ ഞാൻ അവിടെ ഉപേക്ഷിച്ചു. ഞങ്ങളുടെ ഹോസ്റ്റലും ഈ കോളേജിൻ്റെ മെയിൻ ഗേറ്റും തമ്മിൽ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് ഒരു 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് എങ്കിലും കാണും. ഫസ്റ്റ് ടൈം ഇവിടെ അഡ്മിഷൻ എടുക്കാൻ വന്ന സമയത്ത് ഇത്രയും വലിയൊരു കോളേജ് ആണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഭയങ്കര സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പം ഇത്രയും ദൂരം നടക്കണമല്ലോ എന്ന് വിചാരിക്കുമ്പം അത്രയും സന്തോഷം വേണ്ടിയിരുന്നില്ല എന്ന് ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്. ഈ ഒരു വെയിലത്ത് നമുക്കിവിടെ കൂടെ നടക്കാൻ എപ്പോഴും വേണ്ടുന്ന ഒരു കാര്യമാണ് ഇത്. സോ ഞാനും എൻ്റെ കുട എടുത്ത് മെല്ലെ മുന്നോട്ട് നടന്നു. കുറച്ച് പിള്ളേർക്കൊക്കെ ഇപ്പോൾ ക്ലാസ് ഉണ്ട്, കുറച്ച് പിള്ളേർ വീട്ടിലും പോയി. അതുകൊണ്ട് തന്നെ ഇവിടെ ഓൾമോസ്റ്റ് സൈലൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇവിടുന്ന് അങ്ങ് വരെ നടക്കണമല്ലോ എന്ന് ആലോചിച്ചാണ് ഇറങ്ങിയതെങ്കിലും എനിക്ക് കോളേജിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ കോളേജിൻ്റെ അകത്ത് എവിടുന്ന ബസ് എന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ വൈകിട്ട് 4 മണിക്ക് വരണ ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് വരുന്ന ബസ് ഞങ്ങളുടെ കോളേജിൻ്റെ അകത്തേക്ക് കയറാറുണ്ട്. ഈ ബസ് കിട്ടിയത് കൊണ്ട് തന്നെ എനിക്ക് ഫ്രണ്ട് ഗേറ്റ് വരെ നടക്കേണ്ടി വന്നില്ല. പക്ഷെ അകത്ത് നല്ല തള്ളായിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇവിടുന്ന് ഏകദേശം ഒരു 20 മിനിറ്റ് ഉണ്ട് ഈസ്റ്റ് ഫോർട്ടിലേക്ക്. അവിടെ എത്തിയിട്ട് എനിക്കിനി തമ്പാനൂരോട്ട് പോയിട്ടാണ് പുനലൂർക്കുള്ള ബസ് പിടിക്കേണ്ടത്. പക്ഷെ സമയം ഏകദേശം ഒരു 5 മണി ആയതുകൊണ്ടും എനിക്ക് നല്ല വിശക്കുന്നുള്ളത് കൊണ്ടും ഞാനിവിടെ അടുത്തുള്ള ഒരു കടയിൽ കയറിയിട്ട് ഒരു ഷാർജയും ഒരു സമൂസയും കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സത്യം പറയുവാണെങ്കിൽ എനിക്കിത് രണ്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞാനും ഒരു ഓട്ടോയിൽ തമ്പാനൂരേക്ക് പോയി.
ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റോഡൊക്കെ നല്ല ബ്ലോക്കായിരുന്നു. സാധാരണ ഇവിടുന്ന് ഒരു 3 മിനിറ്റ് പോലും ഇല്ലെങ്കിലും ഇന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് കൂടുതൽ എടുത്തിട്ടാണ് ഞാൻ തമ്പാനൂർ വരെ എത്തിയത്. ഇവിടെ ബസ് സ്റ്റാൻഡിൽ നല്ല തിരക്കായിരുന്നു. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഹോസ്റ്റലേഴ്സൊക്കെ വീട്ടിൽ പോകുന്നതിൻ്റെ തിരക്കായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. എന്നിട്ട് ഞാനും അവിടുന്ന് ഒരു ലേസ് പാക്കറ്റും വാങ്ങിച്ചിട്ട് എൻ്റെ ബസ്സിൽ കയറാനായിട്ട് പോയി. എൻ്റെ നാട്ടിലേക്ക് ഇവിടുന്ന് സാധാരണ എപ്പോഴും ബസ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് ബസ് വരെയും എനിക്ക് സൈഡ് സീറ്റ് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കയറിയ സമയത്ത് ബസ്സിലൊന്നും അധികം തിരക്കുണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നല്ല തിരക്കായിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാനും ടിക്കറ്റ് എടുത്ത് പുറത്തേക്കുള്ള കാഴ്ചയൊക്കെ കണ്ട് കുറച്ചു നേരം പാട്ട് കേട്ട് അങ്ങനെ ഒരു ഓൾമോസ്റ്റ് 2-2.5 മണിക്കൂർ അങ്ങനെ ഇരുന്ന്. സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ ബസ്സിലൊക്കെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് സൈഡ് സീറ്റ് കിട്ടുമ്പോഴാണെന്ന് മാത്രം. ബസ് നല്ല സ്പീഡിലായിരുന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കാറ്റും ഉണ്ടായിരുന്നു. എൻ്റെ മുടിയൊക്കെ പറന്ന് പോകുന്നുണ്ടെങ്കിലും എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഏകദേശം ഒരു 8 മണി ആയപ്പോഴത്തേക്കും ഞാൻ പുനലൂർ ബസ് സ്റ്റാൻഡിലെത്തി. ഏകദേശം ഒരു അരമണിക്കൂർ മുന്നേ തന്നെ ഞാൻ എത്താറായി എന്ന് അമ്മയെ വിളിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ വരുന്നതിന് മുന്നേ തന്നെ അമ്മ അവിടെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഞാനും അമ്മയും കൂടെ ഒരു കടയിലൊക്കെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പതുക്കെയാണ് ഞങ്ങൾ അവിടെ നിന്ന് പോയത്. അമ്മയുടെ കൂടെ ഇങ്ങനെ വണ്ടിയിലിരുന്ന് പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. സാധാരണ ഞാനും അമ്മയും എൻ്റെ അനിയത്തിയും കൂടെയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോവാറുള്ളത്. പക്ഷെ ഇന്ന് അനിയത്തി പപ്പയുടെ കൂടെ വീട്ടിലിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഏകദേശം ഒരു 8:45-9 മണിയായപ്പം വീട്ടിലേക്ക് വന്ന്. ഒരുപാട് നാളൊന്നും ആയില്ലെങ്കിലും കുറച്ച് നാളുകൾക്ക് ശേഷം എല്ലാവരും വീണ്ടും കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.